അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ടാംപ എന്ന നഗരം. സമയം രാവിലെ 11:30 അടുത്തിരുന്നു. ആ നഗരത്തിലെ ബേഷർ പ്രദേശത്ത് 29കാരനായ ഡേവിഡ് ജോലിക്ക് പുറത്തു പോയിട്ട് വീട്ടിലേക്ക് കാർ ഓടിച്ചു മടങ്ങുകയായിരുന്നു. വീടിന്റെ അടുത്തൊരു റോഡിൽ ഒരു കൂട്ടം ആളുകൾ ഒത്തുചേർന്ന് എന്തോ നോക്കുന്നത് അദ്ദേഹം കണ്ടു. എന്നാൽ ആളുകൾ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് അവർ എന്താണ് നോക്കുന്നത് എന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. പോലീസും അവിടെ തന്നെ ഉണ്ട്. അതൊരു അപകടമാണെന്ന് ഡേവിഡിന് മനസ്സിലായി. വീട്ടിലെത്താനുള്ള ആകാംക്ഷ കൊണ്ടാണ് താൻ അപകടം കാണാനും താല്പര്യം കാണിക്കാത്തത്. അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി. പക്ഷെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വീട് പൂട്ടിയ നിലയിലാണ്. ഭാര്യ ജെസിക്കയുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ ഓഫാണ്. എന്തുകൊണ്ട് ഫോൺ ഓഫായി? ജെസിക്ക എവിടെയാണ് പോയത്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഡേവിഡ് വീടിനടുത്തുള്ള അതേ റോഡിലേക്ക് തിരിച്ചുപോയി. അവിടെ കണ്ടത് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ തന്നെ തകർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അപകടമുണ്ടായ ആ സ്ഥലത്ത് കറുത്ത നിറത്തിലുള്ള ബേബി സ്റ്റോളർ നിൽക്കുന്നത് കണ്ടു. അത് തന്റെ കുഞ്ഞിന്റെ സ്റ്റോളറിന്റെ അതേ രൂപമായിരുന്നു. അദ്ദേഹം അത് കണ്ട് അല്പം ഒന്ന് ഞെട്ടി. ഭയത്തോടുകൂടി മുന്നോട്ട് ഓടി. അവിടെ ഒരു കറുപ്പ് നിറ ലക്ഷറി കാർ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ചുറ്റും ക്രൈം സീൻ പോലെ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അടുത്തുണ്ടായിരുന്ന പോലീസിനോട് അദ്ദേഹം ചോദിച്ചു, സർ, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന്. പിന്നീട് പോലീസ് പറഞ്ഞ ആ കാര്യം അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആകമാനം തകർക്കുന്ന ഒരു സത്യമായിരുന്നു. ഇതുവരെയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, അപകടത്തിൽപ്പെട്ടത് ഡേവിഡിന്റെ കുഞ്ഞാണ്. പോലീസ് പറഞ്ഞത് മകളായ ലില്ലിയെ തീവ്ര പരിചരണത്തോടെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചുവെന്നാണ്. പക്ഷെ ഭാര്യ ജെസിക്ക സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഇത് കേട്ട ഡേവിഡ് തന്റെ കുടുംബം മുഴുവനും നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. മാത്രമല്ല, അദ്ദേഹം അറിഞ്ഞ മറ്റൊരു സത്യം കൂടെയുണ്ട്. ഇതൊരു അപകടമെന്നാണ് കരുതിയത്. പക്ഷെ ഇത് അപകടം അല്ല, പകരം ഒരു കൊലപാതകമാണെന്നാണ് പോലീസ് പറഞ്ഞത്. ഇപ്പൊ ചോദ്യം, എങ്ങനെയാണ് ജെസിക്കയും കുഞ്ഞും റോഡിൽ കുടുങ്ങിയത്? എന്താണ് കാരണം? പോലീസ് എന്തുകൊണ്ട് ഇതിനെ കൊലപാതകം എന്ന് പറയുന്നു? 2018 അമേരിക്ക മുഴുവനും ചർച്ചയായ മരണത്തിന്റെ ഭീഷണി എങ്ങനെയും വരാം എന്നൊരു തിരിച്ചറിവ് നൽകിയ ഈ തലമുറ മസ്റ്റായും കണ്ടിരിക്കേണ്ട ഒരു കേസാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കഴിയുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു കമന്റ്. വയസ്സുകാരനായ കാമറൺ ഹെറൻ കാണാൻ ഹോളിവുഡ് ഹീറോ പോലുള്ളൊരു ലുക്കാണ്. ഒരിക്കലും തീരാത്ത സമ്പത്ത്, ലക്ഷറി ബംഗ്ലാവ്, മികച്ച ഭക്ഷണം, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, മുൻനിര സ്കൂളുകൾ, ഒട്ടുമിക്ക പ്രിവിലേജസ് എല്ലാം ഉണ്ട്. തിയേറ്റർ, തീം പാർക്ക്, പിക്നിക്, വെക്കേഷൻസിൽ വിദേശ യാത്രകൾ. ഇങ്ങനെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു അക്മാർക്ക് റിച്ച് ഫാമിലിയാണ്. ആഗ്രഹിക്കുന്ന എന്തും ചോദിക്കുന്ന നിമിഷത്തിൽ തന്നെ അവന്റെ മാതാപിതാക്കൾ അവന് വാങ്ങിക്കൊടുക്കുന്നുമുണ്ട്. ഒരു ദിവസം അതുപോലെ തന്നെ കാമറൺ പറഞ്ഞു, എനിക്ക് 1 കോടി വിലയുള്ള ഒരു ലക്ഷറി കാർ വേണമെന്ന്. ഇതിന് അവന്റെ അച്ഛനും അമ്മയും പറഞ്ഞത്, ആദ്യം നീ ഹൈസ്കൂൾ ഫിനിഷ് ചെയ്, എന്നിട്ട് വാങ്ങിത്തരാം എന്ന്. ഇത് കേട്ട് കാമറൺ തന്റെ ഹൈസ്കൂൾ വളരെ നന്നായി പൂർത്തിയാക്കി. അങ്ങനെ അച്ഛനും അമ്മയും പ്രോമിസ് ചെയ്തതുപോലെ അവന് ലക്ഷറി കാർ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. എന്നാൽ അന്നാരും വിചാരിച്ചില്ല അവന് വാങ്ങിക്കൊടുത്ത ആ കാറ് തന്നെയായിരിക്കും അവനെ ദുരന്തത്തിലേക്ക് തള്ളാൻ പോകുന്നത് എന്ന്. 2 നിരപരാധികളുടെ ജീവിതം അത് തട്ടിയെടുത്ത് കളയുമെന്ന്. ആമുഖത്തിൽ ഞാൻ പറഞ്ഞ ആ രാവിലെ നടന്ന സംഭവം, കാമറൂണും അദ്ദേഹത്തിന്റെ സഹോദരനും ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ഡേവിഡിന്റെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള ഒരു ജിമ്മിലേക്ക് പോയി. അവിടെ 1 മണിക്കൂർ എക്സസൈസ് ചെയ്തു. എല്ലാം സാധാരണ പോലെ പോകുമ്പോൾ അപ്രതീക്ഷിതമായി 20 വയസ്സുകാരനായ കാമറൂണിന്റെ ഫ്രണ്ടായ ജോൺ അതേ ജിമ്മിലേക്ക് എത്തി. വർക്കൗട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയ കാമറൂൺ പുതിയ കാറിനൊപ്പം നിൽക്കുന്നത് ജോൺ കണ്ടു. കാർ നന്നായിട്ടുണ്ട്, പക്ഷെ പിക്കപ്പ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഇതിന് കാമറൂൺ സൂപ്പർ ആണെന്നും പറഞ്ഞു. ഈ സമയം ജോൺ അവന്റെ സ്വന്തം ലക്ഷറി കാറിനെ കാണിച്ചിട്ട്, ഇതുപോലെ സ്ട്രോങ് ആണോ പിക്കപ്പ് എന്ന് ചോദിച്ചു. ഇത് കേട്ട കാമറൂണിന് മനസ്സിലായി ജോൺ അവനെ പ്രവോക്ക് ചെയ്യുകയാണെന്ന്. ഇതിന് കാമറൂൺ പറഞ്ഞത്, ആൻസർ ഈസ് വേസ്റ്റ്, ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, വേണമെങ്കിൽ റേസിലേക്ക് വാ, ഞാൻ ബെറ്റർ എന്ന് തെളിയിച്ചു തരാമെന്ന്. ജോണും ഇതിന് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ജോൺ കാറിലേക്ക് കയറി. അടുത്ത് കാമറൂണും എങ്ങനെയെങ്കിലും ജോണിനെ ജയിച്ചേ മതിയാവുകയുള്ളൂ. ആ ഒരു ആവേശത്തോടു കൂടി കാറിൽ കയറിയിരുന്നു. കാമറൂണിന്റെ സഹോദരൻ കൗണ്ട് ഡൗൺ പറഞ്ഞു തുടങ്ങി. 1 2 3 എന്ന് പറഞ്ഞ ആ നിമിഷം
തോക്കിൽ നിന്നും പറക്കുന്ന ബുള്ളറ്റ് പോലെ ഇരു കാറുകളും മുന്നോട്ട് ഉയർന്നു. അമേരിക്കയിലെ റോഡ് ക്വാളിറ്റി ടോപ്പ് ക്ലാസ് ആണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. അതിനാൽ കാമറൂൺ വളരെ സ്മൂത്തായി ഹൈ സ്പീഡിൽ കുതിച്ചു. അവന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരേ ഒരു ചിന്ത, ജോണിനെ ജയിക്കണം, എങ്ങനെയും ജയിക്കണം എന്ന്. സ്പീഡ് 120 km/h. പിന്നെ അതും കവിഞ്ഞു 165 km/h. റോഡിന്റെ സ്പീഡ് ലിമിറ്റ് 70 km ആയിരുന്നു. എന്നാൽ അവർ ഇരുവരും മറ്റു കാറുകളെയും ബൈക്കുകളെയും റോഡിലൂടെ നടക്കുന്ന ആളുകളെയും ഒന്നും പരിഗണിക്കാതെ മരണ മത്സരം പോലെ കാർ ഓടിച്ചു. അതേസമയം 24 വയസ്സുകാരിയായ ജെസിക്ക തന്റെ 1.5 വയസ്സുള്ള കുഞ്ഞ് ലില്ലി എടുത്ത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവൾ മുഴുവൻ അറ്റൻഷനോടെയായിരുന്നു. രണ്ട് സൈഡിലും അവൾ ശ്രദ്ധിച്ചു. പക്ഷേ 165 km/h സ്പീഡിൽ പറന്നു വരുന്ന കാമറൂണിന്റെ കാർ, ആ കാർ മുന്നിലൂടെ പോകുന്ന ജെസിക്കയും കുഞ്ഞിനെയും ഇടിച്ചു തെറിപ്പിച്ചു. ഇപ്പൊ പല അടി ദൂരത്തേക്ക് രണ്ടുപേരെയും തൂക്കി വീശി. കൈകളിലും കാലുകളിലും തലയിലും ശക്തമായ പരിക്കുണ്ടായി. ജീവന് വേണ്ടി രണ്ടുപേരും പിടയുകയായിരുന്നു. ജെസിക്കയുടെ മൊബൈൽ ഫോൺ റോഡിൽ തകർന്നു വീണു, സ്വിച്ച് ഓഫ് ആയി. അപകടം സംഭവിച്ച നിമിഷം കാമറൂൺ ഭയത്തിൽ അവൻ അവിടെ തന്നെ കാർ നിർത്തി. ജോൺ അത് കണ്ടപ്പോൾ തന്റെ കാറും അവിടെ നിർത്തി. ഈ ഒരു സംഭവം കണ്ട വഴിയാത്രക്കാർ ഉടൻ തന്നെ 911ലേക്ക് കോൾ ചെയ്തു. ചില നിമിഷങ്ങൾക്കുള്ളിൽ പോലീസും എത്തി. കാമറൂൺ, അവന്റെ സഹോദരൻ, പിന്നെ ജോൺ, മൂവരെയും അറസ്റ്റ് ചെയ്തു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ജെസിക്കയെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് അവൾ ഇതിനകം തന്നെ മരിച്ചുവെന്നാണ്. കുഞ്ഞ് ലില്ലി ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അടുത്ത ദിവസം തന്നെ ആ 1.5 വയസ്സുള്ള കുഞ്ഞും മരണപ്പെട്ടു. ഇപ്പോ ഈ മൂവരെയും കോടതിയിൽ ഹാജരാക്കി. കോടതി തുടക്കത്തിൽ അവർക്ക് ബെയിൽ നൽകി. പക്ഷെ പോലീസ് നൽകിയ എവിഡൻസ്, ഈ സംഭവം നേരിട്ട് കണ്ട ആളുകൾ, CCTV ദൃശ്യങ്ങൾ എല്ലാം കോടതി സ്വീകരിച്ചു. അങ്ങനെ 2021 ഏപ്രിൽ 8 ഇല്ലീഗൽ റേസിംഗ്, റെക്ലെസ് ഡ്രൈവിംഗ്, 2 ജീവനുകളെ നഷ്ടപ്പെടുത്തിയത്. ഇവയെല്ലാം കാരണം കാണിച്ച് കാമറൂൺ ഹെറിന് ലഭിച്ച ശിക്ഷ 24 വർഷത്തെ തടവായിരുന്നു. ഈ ഒരു വിധി കേട്ട നിമിഷം അവന്റെ തലയിൽ ഒരു മിന്നൽ പതിച്ചതുപോലെ 2 കണ്ണുകളും വിടർത്തി അങ്ങനെ ഷോക്കായി നിൽക്കുകയായിരുന്നു. സത്യത്തിൽ അപ്പോഴെടുത്ത ഫോട്ടോ ആയിരുന്നു ഇത്. ഏപ്രിൽ 9 ഇല്ലീഗൽ റേസിംഗ് മൂലം ജോണിനും 6 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു. ഇനി കാമറൂണിന്റെ സഹോദരൻ, അവനെ സംബന്ധിച്ചിടത്തോളം കോടതി പറഞ്ഞത് അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അവനെ വിട്ടയച്ചു. ഇതിനുശേഷം കാമറൂണിന്റെ വക്കീൽ ഹൈക്കോടതിയിൽ ഈ ഒരു ശിക്ഷയ്ക്കെതിരെ അപ്പീൽ ചെയ്തു. ശിക്ഷ കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ പല അമേരിക്കക്കാരും കാമറൂണിന് പിന്തുണ നൽകി. അവൻ തെറ്റ് തന്നെയാണ് ചെയ്തത്, പക്ഷേ ശിക്ഷ ഇത്ര കഠിനമായിക്കൂടാ എന്ന് പല തരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നത്. ഇതിൽ ചില സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് അവൻ കാണാൻ വളരെ ക്യൂട്ടാണ്, എന്തിനാണ് നിങ്ങൾ വെറുതെ ശിക്ഷ നൽകുന്നത്, അവനെ റിലീസ് ചെയ്തുകൂടെ, ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴുള്ള ആ ഒരു പെറ്റീഷൻ ഇപ്പോഴും കോടതിയിൽ പരിഗണനയിലാണ്. അതിന്റെ ജഡ്ജ്മെന്റ് എന്ന് വരുമെന്ന് കാത്തിരുന്ന് തന്നെ അറിയാം. എന്റെ അഭിപ്രായത്തിൽ കാമറൂണിന്റെ ആ ലഭിച്ച ശിക്ഷ 20 വർഷത്തെ തടവെന്നത് കുറയ്ക്കേണ്ടതില്ല. കാരണം ആ ഒരു ശിക്ഷ 24 വർഷം കഴിഞ്ഞാലും അവന് പിന്നീട് പുറം ലോകം കാണാനുള്ള അവസരമുണ്ട്. പക്ഷേ അവൻ കാരണം മരിച്ചുപോയ ജെസിക്ക, അവളുടെ കുഞ്ഞ്, അവർക്ക് അങ്ങനെ ഒരു അവസരം ഇനി ഒരിക്കലും ലഭിക്കുകയില്ല. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അവന് ലഭിച്ച ശിക്ഷ ഒട്ടും വലുതായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുറയ്ക്കേണ്ട ആവശ്യവുമില്ല. ഇനി ഈ ഒരു കേസിൽ ഭീതി നിറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ട്. ഈ ഒരു സംഭവം നടന്ന ആ ഒരു ടൈമിംഗ് ആണ്. ജെസിക്ക, കുഞ്ഞായ ലില്ലി, അവർ ആ സ്ട്രീറ്റ് കടന്ന നിമിഷം അവർക്കൊരു 10 സെക്കൻഡ് മുൻപ് കടക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് കടക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇരുവർക്കും തങ്ങളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. കൃത്യം ആ റോഡ് ക്രോസ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെയാണ് കാമറൂണിന്റെ കാറും അവിടെ കുതിച്ചു പാഞ്ഞു വന്നത്. അങ്ങനെ 2 പേരുടെ ജീവനും എടുത്തു. നോക്കുക ടൈമിംഗ് എത്ര കറക്റ്റ് ആണെന്ന്. റേസിംഗ് ഒക്കെ ഒരു ഹീറോയിസം ആണ് എന്ന് കരുതുമ്പോൾ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. പണം കൊണ്ട് എല്ലാം ലഭിക്കുമെന്ന് കരുതി സിൽവർ സ്പൂണിൽ ജനിച്ചു എന്ന് കരുതിയ ഒരാൾ, അവൻ തന്നെയാണ് ഇപ്പോൾ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. റേസിംഗിന്റെ പേരിൽ 2 ജീവനാണ് അവൻ നഷ്ടപ്പെടുത്തിയത്. ഇപ്പോൾ ജയിലിലിരുന്ന് അവൻ കമ്പി എണ്ണുകയാണ്. ഈ ഒരു കേസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിയുന്നത്ര ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പ്രധാനമായും ഏതെങ്കിലും ടീനേജ് പ്രായക്കാർക്ക് അവരുടെ മാതാപിതാക്കൾ റേസിംഗ് ബൈക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായും അയച്ചു കൊടുക്കുക. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അപകടത്തിൽ കൂടുതലും ബൈക്ക് കാരണമാണ് സംഭവിക്കുന്നത്. അതിന് കാരണം മദ്യപാനം, ഹെൽമറ്റ് ധരിക്കാത്തത്, ഇവയൊക്കെ ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വേഗതയ്ക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ചീറിപ്പാഞ്ഞു പോകുന്നത് തന്നെയാണ്. നമ്മൾ പലതവണ കണ്ടിട്ടുണ്ടാകും ചില യുവാക്കൾ റോഡിൽ റേസ് ചെയ്യുന്നത്. അതിലൂടെ ചില കുടുംബങ്ങൾ പോലും അപകടത്തിലാകുന്നുണ്ട്. പൊതുജനങ്ങൾ യൂസ് ചെയ്യുന്ന റോഡിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ റേസ് ചെയ്യുക. ആ സമയത്ത് മുന്നിലൂടെ പോകുന്ന സ്കൂട്ടറിലോ ബൈക്കിലോ കാറിലോ ഓട്ടോയിലോ എന്തുമായിക്കോട്ടെ ഒരു ഫാമിലി പോകുന്നുണ്ടാകും.
2 മക്കൾ, ഭാര്യ ഒരുമിച്ച് വളരെ സമാധാനമായി പോയിക്കൊണ്ടിരിക്കും. അവരുടെ അടുത്ത് ചെന്നിട്ടായിരിക്കും വളച്ചൊക്കെ പോകുന്നത്. അത് അവരുടെ ഒരു സ്കില്ല് തന്നെയായിരിക്കാം. പക്ഷെ ഒരു സെക്കൻഡ് മിസ്സായാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ അതിൽ ബാധിക്കപ്പെടാൻ പോകുന്നത് യാതൊരു തെറ്റും ചെയ്യാതെ സമാധാനമായ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളായിരിക്കും. ഇങ്ങനെ അതിവേഗത്തിൽ അപകടമുണ്ടാക്കുന്ന രീതിയിൽ യാത്ര ചെയ്യുന്നവരെ, കാതിൽ നിന്നും രക്തം വരുന്ന രീതിയിൽ അതിയായ ശബ്ദത്തോടുകൂടി വണ്ടി ഓടിക്കുന്നവരെ, ഇവരൊക്കെ കാരണം ഒരുപാട് അപകടങ്ങളാണ് സംഭവിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ദിനം പ്രതിയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് വരുന്നത്. ഇതിലൂടെ കൈകാലുകൾ നഷ്ടപ്പെട്ടവരുടെ പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുണ്ട്. ഇത് കാരണം വണ്ടി ഓടിക്കുന്നവരുടെ ജീവൻ മാത്രമല്ല, വെറുതെ പോകുന്നവരുടെ ജീവൻ നഷ്ടമാവുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ഇത്തരത്തിലുള്ള അപകടകരമായ പെരുമാറ്റം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഉറപ്പാക്കുക. നിങ്ങൾ പബ്ലിക് റോഡിൽ നിങ്ങളുടെ കഴിവുകളൊന്നും കാണിക്കരുത്. പ്രൊഫഷണൽ റേസ് ട്രാക്കിൽ മാത്രം നിങ്ങളുടെ സ്കില്ലൊക്കെ പരിശോധിക്കുക. പബ്ലിക് റോഡിലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇന്ന് കാമറൂണിനുണ്ടായ അതേ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക. ജയിൽ വരെയും പോകേണ്ടി വരും. ഒരു കാര്യം കൂടെ ഓർക്കുക, നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം സ്ട്രീറ്റ് റേസ് ചെയ്ത് അതിൽ മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലായാൽ 10 വർഷം വരെയും തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് അറിയാനായി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.